ഇപ്പോൾ മാർ ജോർജ് കൂവക്കാട് കർദിനാൾ പദവി സ്ഥാനാരോഹണ ചടങ്ങിനായി മാർപ്പാപ്പയുടെ അരികിലേക്ക് എത്തിയിരിക്കുകയാണ് തത്സമയം. Accepiamo de mano Petri et noves direzione principis apostolorum direzione tua nel Ecclesia laborare ad honorem Dei omnipotentis et sanctorum apostolorum Petri et Pauli tibi committimus diaconia Sancti Antoni Patavini a circoncisione Papia in nomine Patris et Filii et Spiritus Sancti. ചരിത്ര നിമിഷത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. മാർ ജോർജ് കൂവക്കാടിനെ കർദിനാൾ പദവിയിലേക്ക് ഔദ്യോഗികമായി ഉയർത്തുന്ന ആ ചരിത്ര നിമിഷത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ഫാദർ മാത്യു ചൂരവടി നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഈ ഔദ്യോഗികമായിട്ടുള്ള ആ ഒരു ചടങ്ങ് അത് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അല്ലേ ഫാദർ? ഔദ്യോഗികമായിട്ട് 21 പേരെയും അവർക്ക് നൽകിക്കൊണ്ടുള്ള, അതായത് ആ നിയമനത്തെ ഉറപ്പാക്കിക്കൊണ്ട് പ്രാർത്ഥന വചസ്സുകൾ ഉച്ചരിച്ചുകൊണ്ട് പൊതുവായിട്ട് ആ പൊതുപ്രാർത്ഥനകൾ ചൊല്ലി പിന്നീട് ഓരോരുത്തരെയും അവർക്ക് തൊപ്പിയും അതുപോലെ തന്നെ മാർപ്പാപ്പ നൽകുന്ന ആ മോതിരവും, പണ്ട് കാലത്ത് അതിൻ്റെ അകത്ത് രത്നങ്ങൾ പതിച്ചത്, ഒരു നീല രത്നമൊക്കെ പതിച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. മാർപ്പാപ്പായുടെ പ്രത്യേകമായ ഒരു ആലേഖനമുള്ള ഒരു മോതിരമാണത്. അതിൽ മാർപ്പാപ്പായുടെ അങ്കിയുടെ ഭാഗവും കൂടി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആ മോതിരമാണ് മാർപ്പാപ്പ ഇപ്പോൾ ധരിപ്പിച്ചതും അതുപോലെ തന്നെ ചുവന്ന മുക്കോൺ തൊപ്പി വെച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ നിയുക്ത എന്ന പേര് മാറ്റുകയാണ് നമുക്ക് ലോകം മുഴുവനും. ഇനി അദ്ദേഹം ഹിസ് ബയാറ്റിറ്റ്യൂഡ് കർഡിനൽ മാർ ജോർജ് കൂവക്കാടായി മാറ്റപ്പെട്ടിരിക്കുന്നു. നമുക്കിനി അദ്ദേഹത്തെ അത്യുന്നത കർദിനാൾ മാർ ജോർജ് കൂവക്കാട് എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. അദ്ദേഹം അതിന് സർവഥാ യോഗ്യനാണ്. അത് തിരുസഭ അത് അടിവരയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നോക്കിക്കേ, എത്ര സുന്ദരമാണ് ഈ നിമിഷങ്ങൾ. അത്രയും സീനിയേഴ്സായിട്ടുള്ള കർദിനാൾമാരുടെ ഇടയിൽ ഒരു ചെറുപ്പക്കാരൻ മലയാളി കർദിനാളായിട്ട് അവരുടെ ഇടയിലൂടെ അവരെ അഭിവാദനം ചെയ്ത് നടന്നു നീങ്ങുമ്പോൾ നമുക്കുള്ള ആനന്ദത്തിൻ്റെ അളവ് അത് നിശ്ചയിക്കാൻ പറ്റുകയില്ല. അത്രമാത്രം അത് കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഭാരതം മുഴുവനും ആനന്ദ നൃത്തം ചെയ്യേണ്ട ദിവസമാണിത്. ലോകം മുഴുവനുള്ള വിവിധ രാജ്യങ്ങളിലെ കർദിനാളന്മാരെ ഈ 51കാരൻ കർദിനാൾ ഇങ്ങനെ പരസ്പരം ചുംബിച്ചാശ്ലേഷിച്ച് കടന്നു പോകുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിന് ലഭിക്കുന്ന ആദരവാണ്.
ഭാരതത്തിന് ഒന്നാകെ അഭിമാനിക്കാൻ കഴിയുന്ന ചരിത്ര നിമിഷത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ഇനി അത്യുന്നത കർദിനാൾ മാർ ജോർജ് കൂവക്കാട് അദ്ദേഹത്തെ ഔദ്യോഗികമായി ആ പദവിയിലേക്ക് ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ ചടങ്ങുകൾ അവസാനിച്ചിരിക്കുന്നു. ഔദ്യോഗികമായ ചടങ്ങുകൾ അവസാനിച്ചിരിക്കുന്നു. കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വ്യക്തികൾ പരസ്പരം ആശ്ലേഷിക്കുകയും സ്നേഹം കൈമാറുകയും ചെയ്യുകയാണ്. വളരെ നന്ദി ഫാദർ മാത്യു ചൂരവടി, ഞങ്ങളോടൊപ്പം ഇത്രയും നേരം ചെലവഴിച്ചതിന്, അവിടെ നടന്ന ചടങ്ങുകളുടെ ഒരു സമഗ്ര ചിത്രം പങ്കുവച്ചതിന്, ഒപ്പം അത്യുന്നത കർദിനാൾ മാർ ജോർജ് കൂവക്കാടുമായുള്ള വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളും വിശേഷങ്ങളും എല്ലാം പങ്കുവച്ചതിന് ഒരുപാട് നന്ദി.